കഴിഞ്ഞു. എന്താ വിശേഷം? മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2026 നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നിഖില വിമൽ. ശരിക്കും നിഖിലേനെ ഒന്ന് ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് പൊക്കിയെടുത്തോണ്ട് വരാൻ തന്നെ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ എൻ്റെ കഷ്ടപ്പാടൊന്നും മനസ്സിലാക്കണം. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നത് എനിക്കത് മാത്രമേ പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വെള്ളത്തിന്റെ അടിയിൽ നിന്നൊക്കെ കുറെ പോസ്റ്ററൊക്കെ കണ്ടു. ഭയങ്കര അടിപൊളിയായിരുന്നു. നായിക ചാടിയപ്പം കൂടെ ക്യാമറമാനും അതങ്ങ് യാഥാർത്ഥ്യമാക്കിയ ഒരു നായിക എന്ന നിലയിൽ പറയൂ പുതിയ സിനിമാ വിശേഷങ്ങൾ. സുഖം. സിനിമയുടെ പോസ്റ്റർ ആയിരുന്നത്. എനിക്കൊന്ന് സെപ്റ്റംബറിൽ റിലീസാവും. എനിക്കൊന്ന് വേറെ ഏതൊരു പടം കൂടെ സീരീസ് ഉണ്ട്, അണലി എന്ന് പറഞ്ഞൊരു സീരീസ് റിലീസ്. ഓക്കെ, അടിപൊളി. എല്ലാം നെക്സ്റ്റ് മന്ത് റിലീസ് ആവാറുണ്ട്. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സിനിമകൾ ഇനി അടുത്ത തമിഴിലേക്കും ചാടി കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ മലയാളത്തിൽ നിന്ന് വിട്ടുവരുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ഇവിടെ സ്വാസി വന്നപ്പോൾ നമ്മൾ ഇത് തന്നെയായിരുന്നു പറഞ്ഞത്, ഞങ്ങൾക്ക് വേണം പക്ഷെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നിഖിൽ ചെയ്ത സിനിമ ആക്ച്വലി ഭയങ്കര വൈറലായി. അതിന്റെ ക്ലിപ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരുന്നായിരുന്നു. ഒരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് എന്ന നിലയിൽ എല്ലാ ലാംഗ്വേജസ് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നും. ഒരു തമിഴ് ആൻഡ് മലയാളം ഇപ്പം ആസ് ഇഫ് നൗ എക്സ്പ്ലോർ ചെയ്തു. ഫസ്റ്റ് പ്രിഫറൻസ് എവിടെ ആണോ? ഇപ്പൊ ഒരുപാട് പേര് പറയാറുണ്ട് ഈ തമിഴ് ഇൻഡസ്ട്രി ചെല്ലുമ്പോഴത്തേക്കും തിരിച്ചിങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അവിടെ തരുന്ന റെസ്പെക്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അതെ, ഇവിടുന്ന് തമിഴിലേക്ക് പോകുന്നവരുണ്ടല്ലോ, അവരൊക്കെ പോകുന്നു. അങ്ങനല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ഏതെങ്കിലും ഏത് സിനിമ വന്നാലും ഫസ്റ്റ് ഇപ്പം ഈ ആക്ട്രസ് വേണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനിങ്ങനെ ഒരുപാട് പേര് പറയുന്നത് കേട്ടു ഫസ്റ്റ് നിഖില വിമൽ തന്നെ ഒരു ഓപ്ഷൻ വെക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും അല്ല, എനിക്ക് തോന്നുന്നു ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. നിഖിലയുടെ കാലിബർ ആയിക്കോട്ടെ, ടാലന്റ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ. ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മഴവിൽ നമ്മൾ കാര്യത്തിലേക്ക് വരട്ടെ. മഴവിൽ എന്റർടൈൻമെന്റ് പഠിച്ചിട്ട് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, എന്തൊക്കെയാണ്? ഡാൻസ് മാത്രം, പാട്ടാണല്ലേ? എത്ര എണ്ണം ഉണ്ട്? സാധാരണ 2 എനിക്കൊന്ന് ലാസ്റ്റ് ടൈം നമുക്ക് 2 ഡാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ലെങ്ത് കുറച്ച് കൂടുതലാണ്. ഓക്കെ, എന്താണ് ക്ലാസിക്കലാണോ അതോ? അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചോദിക്കാറ്, പക്ഷെ കിട്ടാറില്ല. സെമി ക്ലാസിക്കൽ മിക്സ്, ഫോക്ക് ഒക്കെ പോലെയൊക്കെ മിക്സ്. ഓക്കെ, എന്തായി ഡാൻസ് പഠിത്തമൊക്കെ എവിടെ വരെയായി? തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ഇടയ്ക്ക് വന്ന് ഇതുപോലെ ശല്യം ചെയ്യാൻ കിട്ടുമെന്ന് അറിയത്തില്ല. നീല ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വലിഞ്ഞു കയറി ചെന്ന് പിടിച്ചോണ്ടൊക്കെ വരണം. എന്താണെങ്കിലും ബാക്കി സ്റ്റേജിൽ കാണാം. എന്തായാലും തകർക്കുമെന്നറിയാം. അപ്പം ഇനി വരുന്ന മൂവീസിനും എല്ലാത്തിനും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.